നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എല്ലാം ഞങ്ങൾ ഏറ്റു സാറേ. കൊള്ളാം. ഇത് അഡ്വാൻസ്. ബാക്കി സംഗതി നടന്നു കഴിഞ്ഞ ശേഷം കൈയോടങ്ങ് തന്നേക്ക്. പിടിക്കും. ഇതെല്ലാം അങ്ങ് ബില്ല് ചെയ്തോളൂ. ഞാൻ പേ ചെയ്തിട്ട് വരാം. അങ്ങോട്ട്. സോറി മാഡം, നിങ്ങൾ ജാനകി മാഡത്തിന്റെ കൂടെ വന്നാണെന്ന് ആദ്യം അറിഞ്ഞില്ല. അത് സാരമില്ല. പക്ഷെ ഒരിക്കലും ആരെയും പണത്തിന്റെ അവരുടെ വേഷത്തിന്റെ അടിസ്ഥാനത്തിൽ അളക്കരുത്. അത് മര്യാദയല്ല. നിങ്ങളുടെ സ്റ്റാഫിനെ അത് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. തീർച്ചയായും മാഡം. ഫോട്ടോ അല്ലേ വേണ്ടത്? അവളുടെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. പിന്നെ ജീവനോടെ വച്ചേക്കരുത്, തീർത്ത് കളഞ്ഞേക്കണം. ശരി, ഞാൻ വിളിക്കാം. ആരെ തീർക്കുന്ന കാര്യമാ പറയുന്നത്? മായേ, സഹതാപം വിചാരിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. അളമുട്ടിയാൽ ചേരയും കടിക്കും. നമുക്ക് നമ്മുടെ നിലനിൽപ്പാണ് പ്രധാനം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഹരിയേട്ടാ. നമ്മുടെ നിലനിൽപ്പിന് ഭീഷണിയായി ഇപ്പൊ നിൽക്കുന്നത് ആരാ? അതിപ്പോ അതവളാണ്, ദേവിക. ആ പെൻഡ്രൈവ് അവളുടെ കൈവശം ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക് ആപത്താ. വരരുത്. അവൾ ആ പെൻഡ്രൈവുമായി ഇവിടെ വന്ന് കയറരുത്. അതിന് ഒരു വഴിയേ ഉള്ളൂ. അവൾ അവസാനിപ്പിക്കണം. അല്ലാതെ വേറെ മാർഗമില്ല. ആയുസ്സൊടുങ്ങാതെ മരിക്കാനാ അവളുടെ വിധി. ആ വിധി നടപ്പാകട്ടെ. അവളെ തീർക്കാനുള്ള എല്ലാ ഇടപാടുകളും ഞാൻ ചെയ്തു കഴിഞ്ഞു മായേ. അവളുടെ മരണവാർത്ത കേൾക്കാൻ നീ കാത്തിരുന്നോ? അമ്മേ, ദേവികെ, എന്താ ഇതിന്റെ തീരുമാനം? അമ്മേ, അത് എനിക്കൊന്നു മാത്രമേ നിന്നോട് പറയാനുള്ളൂ. ആ ഭ്രാന്തനെ കല്യാണം കഴിക്കണമെന്ന് മാത്രം നീ പറയരുത്. അമ്മേ, അമ്മ എന്താ ഈ പറയുന്നേ? സിദ്ധുവിന് ഭ്രാന്താണെന്ന് ആരാ പറഞ്ഞേ? കുട്ടൻ അങ്ങനെ യാതൊരു അസുഖവും ഇല്ല. ഒരു ആക്സിഡന്റ്. യാതൊരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല. അമ്മ, ഞാനൊന്ന് പറയട്ടെ. ദേവികെ, എനിക്ക് ഒന്നേ പറയാനുള്ളൂ. നീ നിന്റെ തീരുമാനമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്നെ നിന്റെ ജീവിതത്തെ നീ എന്നെ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. അമ്മ, ഇങ്ങനൊരമ്മ ചത്തുപോയെന്ന് നീ വിചാരിച്ചാ മതി. കേട്ടല്ലോ? അമ്മ, ശ്രീകലയായിരുന്നു അല്ലേ? ദേവിക അമ്മയോട് പറയാൻ ശ്രമിച്ചതൊക്കെ ഞാൻ കേട്ടു. അമ്മയ്ക്ക് ദേവികയുടെ തീരുമാനം അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതാ അങ്ങനെ പറഞ്ഞത്. എനിക്ക് ശ്രീകലയുടെ അഭിപ്രായത്തോട് എതിരഭിപ്രായമൊന്നുമില്ല. പക്ഷെ ഏത് തീരുമാനം എടുക്കുന്നതിന് മുൻപും അഞ്ജിതയുടെ കാര്യം ദേവിക ഒന്ന് പരിഗണിക്കണം. അഞ്ജിതയും ദേവികയ്ക്ക് അനുജത്തി തന്നെയാ. ഞാനും
എന്റെ മോളും ദേവികയോട് തെറ്റ് ചെയ്തിട്ടുണ്ട്, അത് സത്യ. അതിന് ഞങ്ങൾ മാപ്പിരുന്നിട്ടുമുണ്ട്. ദേവിക എല്ലാം പുറത്ത് മാപ്പ് നൽകുകയും ചെയ്തു. അങ്ങനെ സർവ്വതും ക്ഷമിച്ച് മാപ്പ് നൽകിയ സ്ഥിതിക്ക് ഞങ്ങളെ സഹായിക്കണം, അതാണ് ന്യായം. ദേവിക സിദ്ധാർത്ഥന് വിവാഹം കഴിച്ച ദേവികയ്ക്ക് സിദ്ധാർത്ഥന്റെ അസുഖം മാറ്റാൻ സാധിക്കുന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോ ദേവിക സിദ്ധാർത്ഥന് വിവാഹം കഴിക്കണമെന്ന് തന്നെ ഞാൻ പറയും. ആ വിവാഹം നടന്ന ദേവിക കാരണം അഞ്ജിതയ്ക്ക് ഒരു ജീവിതം കിട്ടൂല്ലോ. ദേവിക മനസ്സ് വെച്ച് അഞ്ജിതയ്ക്ക് ആ ജീവിതം നൽകണം. അമ്മ എന്താവോ എന്തോ. ദേ, ഇതാണ് ആൾ. ഇവക്കാണ് അപകടം സംഭവിക്കേണ്ടത്. അവളെന്നും ഈ വഴിയാ സ്കൂളിലേക്ക് പോകുന്നത്. അതുകൊണ്ട് അവളെ തട്ടാൻ പറ്റിയ സ്ഥലവും ഇത് തന്നെയാ. എല്ലാം ഞങ്ങൾ ഏറ്റു സാറേ. കൊള്ളാം. ദാ, ഇത് അഡ്വാൻസ്. ബാക്കി സംഗതി നടന്നു കഴിഞ്ഞതിന് ശേഷം കൈയോടങ്ങ് തന്നേക്ക്. പിടിക്ക്. അവള് ചാകുന്നത് എന്റെ ഈ 2 കണ്ണുകൊണ്ടും എനിക്ക് കാണണം. ഞാൻ കുറച്ച് മാറി നിൽക്കാം. ശരി സാർ. കേറാം. എന്റെ വീട്ടിൽ ആർക്കും ഒളിച്ചിറക്കാൻ അറിയില്ല. ഞാൻ എത്ര നേരം ഇതിനകത്ത് ഇരിക്കണു, ആരും എന്നെ കണ്ടുപിടിച്ചില്ല. പൊട്ടന്മാര്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.